കഴിഞ്ഞ 4 മാസമായി തെരുവിൽ ഷെഡ് കെട്ടി കഴിയുന്ന കൊല്ലത്തെ 16 കുടുംബങ്ങൾക്ക് ക്രിസ്മസ് സമ്മാനമായി ഫ്ളാറ്റുകൾ ലഭിച്ചു. കൊല്ലം തോടിന്റെ നവീകരണത്തിനായി കുടിയൊഴിപ്പിച്ച കുടുംബങ്ങൾക്കാണ് സുനാമി ഫ്ളാറ്റുകൾ വിതരണം ചെയ്തത്. വീടില്ലാത്തവർക്ക് ലഭ്യമായ ഭൂമിയിൽ വീട് വെച്ച് നൽകുന്ന പദ്ധതി പരിഗണനയിലാണെന്ന് ഫ്ളാറ്റുകളുടെ വിതരണം നിർവഹിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. കൊല്ലം തോടിന്റെ നവീകരണത്തിന്റെ പേരിലായിരുന്നു 4 മാസം മുൻപ് തോടരികിലുണ്ടായിരുന്നവരെ കുടിയൊഴിപ്പിച്ചത്. ഒറ്റ രാത്രി കൊണ്ട് തലചായ്ക്കാൻ ഇടമില്ലാതായവർ അന്നു മുതൽ തെരുവിലായിരുന്നു കഴിഞ്ഞു പോകുന്നത്. ഇവരുടെ ദുരിതത്തിന് ഇതോടെ അവസാനമായി. 16 കുടുംബങ്ങൾക്കാണ് റവന്യൂ മന്ത്രി അടൂർ പ്രകാശ് ഫ്ളാറ്റുകൾ വിതരണം ചെയ്തത്. സമാധാനത്തോടുകൂടി ഒന്ന് തലചായ്ച്ചൊന്ന് ഞങ്ങൾക്ക് ഉറങ്ങണം, അതാണ് നമുക്ക് ആവശ്യം. ഇത്രയും ദിവസം ഞങ്ങൾ പേടിച്ചും ഭയന്നും മഴയായാലും വെയിലായാലും ഞങ്ങൾ അനുഭവിച്ചു. ഇനി അനുഭവിക്കാൻ ഞങ്ങൾക്കൊന്നുമില്ല. ഇനി 15 കുടുംബങ്ങൾ കൂടി ഉടൻ വീട് അനുവദിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. ലഭ്യമായ ഭൂമിയിൽ വീടില്ലാത്തവർക്ക് ഫ്ളാറ്റ് നിർമ്മിച്ചു നൽകുന്ന പദ്ധതി സർക്കാർ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി അടൂർ പ്രകാശ് പറഞ്ഞു. വിവിധ ഡിപ്പാർട്ട്മെന്റുകളുമായി കോർത്തിണക്കിക്കൊണ്ട് ഈ കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നതാണ്. സർക്കാർ കണ്ടെത്തിയ ഭൂമി അതിനുവേണ്ടി വിനിയോഗിക്കപ്പെടാൻ കഴിയും. തീർച്ചയായും അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. ഒഴിഞ്ഞുകിടക്കുന്ന സുനാമി ഫ്ളാറ്റുകൾ കൂടി അർഹമായ തീരദേശവാസികൾക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു. റിപ്പോർട്ടർ, കൊല്ലം.